ഹിമാലയത്തിൽ മാത്രം കാണുന്ന മഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലോ? അതും ഫ്രിഡ്ജും ഫ്രീസറും ഒന്നുമില്ലാതെ. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം പോളി അക്രിലേറ്റ് എന്ന പോളിമറാണ്. ഇത് നിങ്ങൾക്ക് കുട്ടികളുടെ ഡയപ്പറിന്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാം. സോഡിയം പോളി അക്രിലേറ്റ് ഒരു സൂപ്പർ അബ്സോർബിംഗ് പോളിമറാണ്. അതായത് ഇതിന്റെ ഭാരത്തിന്റെ 100 മുതൽ 1000 ഇരട്ടി വരെ വെള്ളം വലിച്ചെടുക്കാൻ സാധിക്കും. എന്തിനു പറയുന്നു? കുട്ടികളുടെ ഡയപ്പറിലുള്ളത് ആകെ 4-5 ഗ്രാം സോഡിയം പോളി അക്രിലേറ്റ് മാത്രമാണ്. പക്ഷേ ഇതിന് ഏകദേശം 300 മുതൽ 500 ml വരെ മൂത്രം അബ്സോർബ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി 500 ml വെള്ളമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് സോഡിയം പോളി അക്രിലേറ്റ് ആഡ് ചെയ്യാം. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ വെള്ളം മുഴുവൻ മഞ്ഞ് പോലെ ആയത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇവിടത്തെ സയൻസ് സംസാരിക്കാം. സോഡിയം പോളി അക്രിലേറ്റ് ഒരു പോളിമർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോളിമർ എന്നാൽ മോണോമർ എന്ന് വിളിക്കുന്ന ആവർത്തിക്കുന്ന ചെറിയ യൂണിറ്റുകളുടെ വലിയൊരു ചെയിനാണ്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു മുത്തുമാല എടുക്കാം. ഇതിലെ മുത്താണ് മോണോമർ. മുത്തുകളുടെ ലോങ് ചെയിനായ മാലയെ നമുക്ക് പോളിമറായി പരിഗണിക്കാം. സോഡിയം പോളി അക്രിലേറ്റിലെ മോണോമർ എന്ന് പറയുന്നത് അക്രിലിക് ആസിഡ് ആണ്. ഇതിൽ സോഡിയം അയോൺസ് കൂടെ ഉള്ളതുകൊണ്ട് ഇതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുന്നത്. പോസിറ്റീവ് ചാർജായ വാട്ടർ മോളിക്യൂൾസ് അങ്ങനെ ഈ മോണോമറിലേക്ക് അട്രാക്ട് ആയി പോളിമർ ചെയിനിൽ ലോക്ക് ആവുന്നു. അങ്ങനെയാണ് ഇത് മഞ്ഞ് പോലെ ആകുന്നത്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ സ്നോ എവിടെ ഡംപ് ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇതൊരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സംഗതിയല്ല.